നമസ്കാരം. വേദാന്ത വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ എല്ലാവരും റിക്വസ്റ്റ് പ്രകാരം ഇന്നൊരു ടാരോട്ട് റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഇനി എന്താണ് വരാൻ പോകുന്നത് എന്നറിയാനുള്ളൊരു ടാരോട്ട് റീഡിംഗ് ആണ്. നിങ്ങൾക്കറിയാമല്ലോ ടാരോട്ട് റീഡിംഗ് എങ്ങനെയാണെന്ന്. ടാരോട്ട് റീഡിംഗ് ഞാൻ കാർഡുകൾ ഓൾറെഡി പൈൽസ് ആക്കി വെച്ചിട്ടുണ്ട്. 3 പൈൽസാണ്, അതായത് 3 സെഷൻസാണുള്ളത്. ഈ 3 സെഷനിൽ നിന്നും നിങ്ങളുടെ ഏത് സെഷനാണോ അട്രാക്റ്റ് ചെയ്യുന്നത് അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അത് 3 അറിയുവാനായിട്ട് ഞാൻ 3 വിവിധ തരം സാധനങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്നുകിൽ ആ സാധനത്തിൻ്റെ കളറിലോ അല്ലെങ്കിൽ ആ സാധനമോ അതല്ലെങ്കിൽ കാർഡിലേക്കോ എന്തിലാണോ നിങ്ങൾ അട്രാക്റ്റ് ആവുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യാവുന്നതാണ്. അതിന് മുന്നായിട്ട് കണ്ണുകളൊക്കെ അടച്ച് ഒരു 3 ഡീപ്പ് ബ്രീത്ത് എടുത്ത് പുറത്തേക്ക് വിട്ടതിന് ശേഷം വളരെ റിലാക്സ് ആയതിനു ശേഷം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. അതായത് ഒന്ന് മനസ്സിൽ ചിന്തിക്കുക, നിങ്ങളുടെ ലൈഫിൽ ഇനി എന്താണ് വരാൻ പോകുന്നതെന്നാണ് ടാരോട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അത് എൻ്റെ ലൈഫുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നത് തന്നെ ആയിരിക്കണേ ഞാൻ ചൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. വെറുതെ അങ്ങ് ഓരോന്ന് പൈൽസ് എടുത്ത് നോക്കിയിട്ട് ചില ആളുകളുണ്ട്, പൈൽ 1 നോക്കും, അതല്ലെങ്കിൽ 2 നോക്കും, 3 നോക്കും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ റെസൊനേറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്യുക. ആ ഒരു പൈൽ ചൂസ് ചെയ്യുക. ഒന്നാമത്തെ പൈൽ എന്ന് പറയുന്നത് ഒരു ടോർട്ടോയ്സ് അല്ലെങ്കിൽ ആമയാണ്. ഒരു ഫെങ്ഷുയി ആമയാണ് വെച്ചിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ പൈൽ. രണ്ടാമത്തെ പൈൽ എന്ന് പറയുന്നത് ഒരു ബുദ്ധൻ്റെ ഒരു മാർബിൾ ഒരു സ്റ്റാച്ചു ആണ്. മൂന്നാമത്തെ പൈൽ എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ്റെ സ്കാബീസ് ആണത്. അതൊരു ഈജിപ്ഷ്യൻ തന്ത്രയിലുള്ള ഒരു ഇതാണ്. അപ്പോൾ കണ്ണൊന്നടച്ച് മനസ്സൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. അതിനുശേഷം ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യത്തെ ഗ്രൂപ്പ് എടുത്ത് നോക്കാം. ആദ്യത്തെ ഗ്രൂപ്പിനകത്ത് 2 of Wands, ദ ചാരിയോട്ട്, ദ ഹെർമിറ്റ്, 6 of Swords, 6 of Pentacles എന്നീ കാർഡുകളാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായിട്ടൊരു വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. ഇത് ചിലപ്പം നിങ്ങളുടെ മനസ്സിനൊരു ആന്തരികമായൊരു മാറ്റമായിരിക്കാം, അതല്ലെങ്കിൽ ബാഹ്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു വലിയൊരു മാറ്റമായിരിക്കും വരാൻ പോകുന്നത്. 2 of Wands എന്ന് പറയുന്നത് പുതിയ വഴികൾ തുറക്കുന്നു. അതായത് നിങ്ങളുടെ പുതിയ ലക്ഷ്യങ്ങൾ, പുതിയ ഡയറക്ഷൻ, പുതിയ അവസരങ്ങൾ, നിങ്ങൾ ആലോചിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് വഴി തുറക്കപ്പെടുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ ജീവിതത്തിൽ നിങ്ങൾ ഒട്ടും തൃപ്തരല്ലായിരുന്നു. അപ്പോൾ ആ ഒരു ജീവിതം മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കൊരു ജീവിതം വരുന്നതായിട്ടാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഈ ഒരു കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കുവാനും അതിനെ പ്രപഞ്ചം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് പേടിച്ചിരിക്കേണ്ട കാര്യമില്ല, കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്താണോ ചെയ്യുവാൻ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത് അത് കറക്റ്റായ ഡയറക്ഷനാണ്. ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ പോയാൽ മതി. പ്രപഞ്ചം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. ദ ചാരിയോട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നേറ്റവും വിജയവുമാണ് കാർഡ് കാണിക്കുന്നത്. ഈ കാർഡ് പറയുന്നത് നിങ്ങൾ ഉടൻ തന്നെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് നീങ്ങുക എന്നതാണ്. നിങ്ങൾ എന്താണോ ഇത്തിരി മുമ്പേ ആലോചിച്ച കാര്യം ആ ഒരു കാര്യത്തിലേക്ക് പോവുക. പല പ്രതിസന്ധികളും വരുന്നതായിരിക്കും, പക്ഷെ അതൊക്കെ മറികടന്ന് വിജയത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും എന്നുള്ളതാണ് ചാരിയോട്ട് കാർഡ്. ഹെർമിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ അകത്ത്, അതായത് നിങ്ങളുടെ ശബ്ദത്തെ കേൾക്കുക. നിങ്ങളുടെ ആന്തരികമായിട്ട് നിങ്ങളുടെ മനസ്സെന്താണോ, നിങ്ങളുടെ ആത്മാവ് എന്താണോ പറയുന്നത് അതിനെ ഫോളോ ചെയ്യുക. മറ്റുള്ളവർ പറയുന്നത് മറ്റുള്ളവരുടെയൊക്കെ വാക്കുകളിൽ വീഴാതെ നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത്. പിന്നെ നിങ്ങളുടെ മനസ്സ് കലുഷിതമായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കി വെച്ചിട്ട് ശാന്തമായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് ആ ഡയറക്ഷനിലേക്ക് പോകുക. മനസ്സ് ശാന്തമാക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് മെഡിറ്റേഷൻ. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്നതും നിങ്ങൾക്ക് നല്ലതാണ്, നല്ല ഡയറക്ഷൻസ് തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നതാണ്. നിങ്ങളുടെ ആശയക്കുഴപ്പങ്ങളൊക്കെ മാറുന്നതും അതിനൊക്കെ സഹായിക്കുന്നതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. 6 of Swords എന്ന് പറയുന്നത് പഴയ ദുഃഖങ്ങളും പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ മാറിപ്പോകുന്ന ഒരു സമയമായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സമാധാനത്തിൻ്റെ ഒരു സമയമാണ് ഇനി വരുന്നത്. ചിലപ്പം ശാരീരികപരമായ മാറ്റമായിരിക്കാം, അതല്ലെങ്കിൽ മാനസികപരമായ മാറ്റമായിരിക്കാം, തൊഴിൽ മാറ്റമായിരിക്കാം, സാമ്പത്തികത്തിലുള്ള മാറ്റമായിരിക്കാം. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ജീവിതം വളരെയധികം ഡ്രാസ്റ്റിക്കലി ചേഞ്ച് ആകാൻ പോകുന്നതെന്നാണ് ഈ കാർഡ് പറയുന്നത്. 6 of Pentacles എന്ന് പറയുമ്പോൾ സാമ്പത്തികമായോ ആത്മീയമായിട്ടോ ഉള്ള സഹായങ്ങൾ ലഭിക്കും. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ചെയ്ത നന്മകളുടെയൊക്കെ ഫലം സാമ്പത്തിക സ്ഥിരതയും ബഹുമതിയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതെന്ന് പറയുന്നത് ഒരു ഗീവ് ആൻഡ് റിസീവ് എനർജി ബാലൻസിൻ്റെ കാർഡാണ്. അതായത് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കുക. അതായത് നിങ്ങൾ സഹായിച്ചതിനൊക്കെ നിങ്ങൾക്കൊരു തിരിച്ചൊരു സഹായം ലഭിക്കുന്നതായിരിക്കും.
മൊത്തത്തിൽ ഈ ഒരു കാർഡ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിങ്ങും റീഡിങ്ങും എനർജിയുമാണ് തരുന്നത്. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ വലിയൊരു രീതിയിൽ മാറി മറിയാൻ പോകുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ എത്താൻ പോകുന്നുണ്ട്. പക്ഷേ അതിന് തടസ്സമായിട്ടിരിക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ്. നിങ്ങൾ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കാതെ നിങ്ങൾക്ക് എന്താണോ വേണ്ടുന്നത് ആ ഒരു ഡയറക്ഷനിലേക്ക് നിങ്ങൾ ആ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക. ഈ പ്രപഞ്ചം, ഈ യൂണിവേഴ്സ്, അതല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അതിന് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നാണ് ഈ കാർഡ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ കലുഷിതമായ മനസ്സിനെ ഒന്ന് റെഡിയാക്കാനായിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ സഹായകരമായിരിക്കും. പൈൽ 2 നോക്കാം നമുക്ക്. ഈ ഒരു കാർഡും ഈ ഒരു പൈലും വളരെ പോസിറ്റീവായിട്ടുള്ള പൈലാണ്. എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ ഈ 2 റീഡിങ്ങും വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിങ്സ് ആണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, ജസ്റ്റിസ് ഉണ്ട്, ദ സൺ ഉണ്ട്, 7 ഓഫ് സ്വോർഡ്സ് ഉണ്ട്, 4 ഓഫ് കപ്സ് ഉണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ എന്തോ ഒരു കാര്യം തുറക്കപ്പെടുന്നുണ്ട്, പുതിയൊരു അധ്യായം തുറക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് ആദ്യത്തെ പൈൽ പോലെ തന്നെ ഏകദേശം സിമിലറായിട്ട് തന്നെയാണ് ഈ ഒരു പൈലിൻ്റെയും റീഡിങ് വരുന്നത്. പുതുതായിട്ടുള്ള പഠനമോ ജോലിയോ എന്തോ ഒരു പുതിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുറക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ ഇത്രയും ഒരുപാട് കാലങ്ങളായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ, അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ച എന്തോ ഒന്ന്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പായിരിക്കാം, എന്തോ ഒന്ന് നിങ്ങൾ ഇത്രയും നാളും പ്രതീക്ഷിച്ചിരുന്ന നടക്കാത്തൊരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. ദ സൺ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കാർഡാണ് കേട്ടോ. ഈ കാർഡുകളിലൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ് ദ സൺ എന്ന് പറയുന്നത്. സന്തോഷവും വിജയവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിനെ പ്രകാശപൂരിതമാക്കും. ഈ സണ്ണ് പോലെ തന്നെ നിങ്ങളുടെ ജീവിതം പ്രകാശിക്കും എന്നുള്ളതാണ്. 7 ഓഫ് സ്വോർഡ്സ് എന്ന് പറയുന്നത് എല്ലാം നല്ലതായാലും ചില കാര്യങ്ങളിൽ നിങ്ങൾ ജാഗ്രത വേണം. നമ്മൾ എപ്പോഴും എന്താണ്, സന്തോഷം കൂടുമ്പം നമ്മൾ മതി മറന്നു പോകും. അങ്ങനെ ഒരിക്കലും ആകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര സന്തോഷം വന്നാലും നിങ്ങൾക്ക് ആ ഒരു സന്തോഷം വരുവാനിടയായ ദൈവം അല്ലെങ്കിൽ അതിനൊക്കെ കാരണക്കായ ആൾക്കാരോടൊക്കെ തന്നെ വളരെ നല്ലൊരു ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി നിങ്ങൾക്കുണ്ടായിരിക്കണം. ആ സമയത്ത്, സന്തോഷ സമയത്ത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും നിങ്ങൾ വിശ്വസിക്കാൻ പാടുള്ളതല്ല. കാരണം നിങ്ങളുടെ വീഴ്ചയിൽ കൂടെ നിൽക്കുന്നവരാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ യഥാർത്ഥ ആളുകൾ എന്ന് പറയുന്നത്. സന്തോഷ സമയത്ത് നിൽക്കുന്നവർ പലരും പല അഭിപ്രായങ്ങളും പല രീതിയിലും നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ നിങ്ങളൊരു ജാഗ്രതയോട് വേണം തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട്. 4 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പലതും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. കാരണം നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് ഇത്രയും നാളും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല. പക്ഷെ അതാണ് നടക്കാൻ പോകുന്നത്. ഇത്രയും നാളും ഈ ഒരു കാര്യം നടന്നിട്ടില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെയൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, അതിലൊക്കെ നിങ്ങൾ അവഗണിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് വഴി വരുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുവാൻ പോകുന്നുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിനെ നടത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇത്രയും നാളും ദൈവം തന്ന അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന എന്താണോ ആ ശക്തി തന്ന കാര്യങ്ങളെ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, എന്നും ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ നടന്നിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള അനുഗ്രഹങ്ങളെ ഒന്ന് ആലോചിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ഒരു നന്ദി പറയുക. ചിലപ്പോൾ ഒന്നും കാണില്ല, നിങ്ങൾ ചിലപ്പോൾ എത്ര ആലോചിച്ചാലും ഒന്നും കാണത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ആരോഗ്യമില്ലേ? നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് എത്രയോ പേര് ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എഴുന്നേൽക്കുന്നുണ്ട്, നിങ്ങൾ ശ്വസിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് വീടുണ്ട്, നിങ്ങൾക്ക് ഭക്ഷണമുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്ന് തോന്നുമ്പോൾ തന്നെ ഈ ഒരു കാര്യങ്ങൾക്കായിട്ടെങ്കിലും നന്ദി പറയുക. നിങ്ങൾക്ക് കിട്ടിയതിലൊക്കെ നന്ദി പറയുമ്പോഴത്തേക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതാണ്. നമുക്ക് 3ാമത്തെ പൈലിലേക്ക് പോകാം. ഈ 2 പൈലും വളരെ പോസിറ്റീവ് ആയതുകൊണ്ടായിരിക്കാം 3ാമത്തെ പൈല് വളരെയധികം നിരാശാജനകമാണ്. അതായത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ ഇതൊന്ന് ഒരു രീതിയിൽ നോക്കുമ്പോൾ സന്തോഷകരമായ ഒരു കാര്യമാണ്. 3 ഓഫ് വാൻസ്, നൈറ്റ് ഓഫ് ഗോഡ്, 3 ഓഫ് സോർഡ്സ്, പേജ് ഓഫ് കപ്പ്, ദെൻ നൈറ്റ് ഓഫ് വാൻസ്. ഇത്രയും കാർഡുകളാണ് വന്നിരിക്കുന്നത്. ഈ കാർഡുകൾ സത്യത്തിൽ നിങ്ങൾക്കൊരു വേക്കപ്പ് കാളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ പോകുന്നത്. ഇതെന്തോ ഈ പൈൽ എടുത്തിരിക്കുന്നത് കൂടുതൽ പേരും എന്തോ ഒരു റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ചിന്തിച്ചത് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം എന്തായാലും നിങ്ങൾ ചിന്തിച്ച ആ ഒരു കാര്യം അത്ര സ്മൂത്തായ രീതിയിലല്ല, നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലല്ല പോകുന്നത്. പക്ഷേ
ആ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലതായൊരു കാര്യമാണ്. കാരണം അത് പ്രതീക്ഷിച്ച രീതിയിൽ പോകുന്നതിനേക്കാളും ബെറ്ററാണ് ആ ഒരു കാര്യം നടക്കാതിരിക്കുന്നത് എന്ന രീതിയിലാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ഇമോഷണൽ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവാം. നിങ്ങൾക്ക് വളരെയധികം സങ്കടകരമായൊരു സമയമായിരിക്കാം. സംശയരൂപത്തിലുള്ള കുറച്ച് ഡൗട്ടുകൾ നിറഞ്ഞൊരു സമയമായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ നടന്നു പോകുന്ന ഒരു പാത ഇനി മുന്നോട്ട് കുറച്ച് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതായിരിക്കും. നിങ്ങളുടെ 3 ഓഫ് സ്വേർഡ്സ്, നിങ്ങളുടെ മനസ്സിന് മുറിവേൽക്കുന്ന എന്തോ ഒരു കാര്യമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ വളരെയധികം പ്രതീക്ഷിച്ച് എന്തോ ഒരു കാര്യം തകരാൻ പോകുന്നുണ്ട്. ചിലപ്പോൾ ഒരു ബന്ധമായിരിക്കാം, അതവിടെ തീരുമാനിക്കാം. പക്ഷേ ഈ ഒരു വേദന കൊണ്ട് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ വേദനിക്കുന്നതിലും ബെറ്ററാണ് ഈ ഒരു ചെറിയ വേദന എന്ന് പറയുന്നത് പോലെ. ഇത് നിങ്ങൾക്ക് മുന്നോട്ട് വളരെയധികം നല്ലൊരു ഭാവിയിലേക്ക് എത്തുവാനാണ് ഇപ്പോൾ ഈ ഒരു വേദന നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഈ ഒരു തകർച്ചയ്ക്ക്, ഇതൊരു റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾക്കാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് തകർച്ചയ്ക്ക് ശേഷം മാപ്പൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അടുത്തുകൂടാനായിട്ടൊക്കെ ശ്രമിക്കും. പക്ഷേ അവരങ്ങനെ തിരിച്ചു വന്നാലും ആ ഒരു വ്യക്തിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ളതല്ല. അത് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇതിലും വലിയൊരു വേദന തന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവർ പടിയിറങ്ങി പോകുന്നതായിരിക്കും. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിലും പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരിക്കും അവർ പോകുന്നത്. അതിലും ബെറ്റർ ഇപ്പോൾ ഈ ഒരു ബ്രേക്കപ്പ് വരുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇത് ലവ് റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട് നോക്കിയവർക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതുള്ളവർക്കായാലും ഇപ്പോൾ വരുന്ന ആ ഒരു വേദനാജനകമായൊരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള നല്ലൊരു കാലത്തിന് മുന്നാടിയായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇതൊരിക്കലും ശാശ്വതമായിട്ടുള്ളൊരു വിഷമമോ അല്ലെങ്കിൽ ഒരു ദുർഘട നിമിഷവുമല്ല. ഇതൊക്കെ നിങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകും. വേദനകൾ എപ്പോഴും ജീവിതത്തിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വേദനകളിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. നമ്മളുടെ ജീവിതം എപ്പോഴും സ്മൂത്തായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്കൊരിക്കലും മനസ്സിലാകില്ല. നിങ്ങൾ ആരോഗ്യത്തോടെ എന്നും ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അസുഖം വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കൊരിക്കലും മനസ്സിലാകില്ല. നിങ്ങൾക്ക് എപ്പോഴും സാമ്പത്തികമുണ്ടെങ്കിൽ അതില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകില്ല. അങ്ങനെ മനസ്സിലാകാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാം അഹങ്കാരികളായി പോകും അല്ലേ? അപ്പോൾ ജീവിതത്തിൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നത് നമ്മൾ അതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിച്ച് നമ്മളുടെ മുന്നോട്ടുള്ള ലൈഫ് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വരുന്ന ഒരു വിഷമം നിങ്ങൾ അതിനെ ഒരിക്കലും, ഈ ഒരു കാർഡ് ആക്ച്വലി നെഗറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് അല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ ദുർഘടത്തിൽ നിന്നും കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്തു കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ എന്തോ ഒരു വലുത് വരാനിരിക്കുന്നതിന് നിങ്ങളെ ഒരു ചെറിയ രീതിയിലായിട്ട് അത് തട്ടി മാറിപ്പോകുന്നതാണ്. അതായത് ഈ ഒരു പ്രപഞ്ചം നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സത്യത്തെ വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. ഈ ഒരു ഇതെന്ന് പറയുന്നത് സത്യം എപ്പോഴും കൈപ്പേറിയതാണല്ലേ? അപ്പം നിങ്ങളുടെ മുന്നിലോട്ടുള്ള എന്തോ, നിങ്ങൾ ചിലപ്പോൾ എനിക്ക് എന്തോ ഇതിനകത്തൊരു ലവ് റീഡിങ്ങിൻ്റെ ഭയങ്കരമായിട്ടൊരു എനർജി കിട്ടുന്നുണ്ട്. അത് എനിക്കറിയത്തില്ല, ഒരുപാട് പേര് ലവ് റീഡിങ് റിലേറ്റഡ് ആയിട്ടാണ് തോന്നി 3ാമത്തെ ഫയലെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വളരെ വിശ്വസിച്ച് സ്നേഹിച്ചൊക്കെ ഇരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ യഥാർത്ഥ സത്യസന്ധമായ ഒരവസ്ഥ നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കപ്പെടുന്നതാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ഇതൊരു വേദനയാണെങ്കിൽ കൂടി ഒരു മനോഹരമായൊരു സ്റ്റേജാണ്. നിങ്ങളുടെ ജീവിതത്തിനെ വളരെ വലിയ ഒരു ചതിയിൽ നിന്നോ അല്ലെങ്കിൽ വലിയൊരു വിഷമതയിൽ നിന്നും രക്ഷിക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ വിഷമിക്കാതിരിക്കുക. എല്ലാ ഒരു കുഴിക്കും ഒരു കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വിഷമത്തിന് ഒരു സന്തോഷകരമായ സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ സന്തോഷമായിട്ടിരിക്കുക. എല്ലാം നല്ല രീതിയിൽ തന്നെ വരട്ടെ. പിന്നെ ഈ ടാരറ്റ് റീഡിംഗ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്കാണെങ്കിൽ ഞാനൊന്ന് പറയട്ടെ, ഈ റീഡിംഗ് ഒക്കെ തന്നെ ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് നോക്കുന്നത് ആ ഒരു സമയത്ത് എനർജിയുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇത് കാണുന്ന എല്ലാവർക്കും ഇത് കറക്റ്റായിട്ട് വരണമെന്നില്ല. ഇത് ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ഉള്ള റീഡിംഗ് ആണ്. അത് ആരാണെന്നുള്ളത് അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണിത്. അപ്പോൾ വേറൊരു റീഡിംഗ് ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു, ബൈ.